ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്നിപ്പോൾ ഞങ്ങൾ വന്നിട്ടുള്ളത് സിൽവർ സ്ട്രാൻഡ് ബീച്ചിലേക്കാണ്. ഇത് അയർലൻഡിലെ കൗണ്ടി ഡൊണീഗലിലാണുള്ളത്. ഡൊണീഗൽ ടൗണിൽ നിന്ന് ഏകദേശം 1 മണിക്കൂർ ദൂരമാണ് സിൽവർ സ്ട്രാൻഡ് ബീച്ചിലേക്കുള്ളത്. ഈ കാണുന്ന പോലെ തന്നെ നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. ഈ കാർ പാർക്കിംഗ് ഏരിയയിൽ നിന്ന് ഒരു 170 സ്റ്റെപ്പുകൾ ഇറങ്ങിയാണ് നമ്മൾ ബീച്ചിലേക്ക് ചെല്ലുന്നത്. അപ്പം നമുക്ക് അങ്ങോട്ടേക്ക് നടന്ന് നീങ്ങാം. മുകളിൽ നിന്ന് തന്നെ ഈ ബീച്ച് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് കാണാൻ പറ്റും. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഈ ബീച്ചിൻ്റെ ഷേപ്പിനൊരു പ്രത്യേകതയും കൂടിയുണ്ട്. ഹോഴ്സ് ഷൂ ഷേപ്പിലാണ് ഈ ബീച്ചുള്ളത്. സ്റ്റെപ്പ് താഴോട്ട് ഇറങ്ങാതെ ഞങ്ങൾ നേരെ ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചു. അപ്പുറം സൈഡും കൂടെ ഒന്ന് കാണാമല്ലോ. അവിടെ കുറേ ബെഞ്ചൊക്കെ ഇട്ടിട്ടുണ്ട് നമുക്കിരുന്ന് ഈ പ്രകൃതിയൊക്കെ ഒന്ന് ആസ്വദിക്കാൻ വേണ്ടിയിട്ട്. ഇന്ന് വലിയ മഴയും കാറ്റൊന്നും ഇല്ലാഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെയൊക്കെ നടന്ന് കാണാൻ പറ്റി. ഇത് നല്ല ഭംഗിയുള്ള കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ആടൊക്കെ സൈഡിൽ കൂടെ നടന്ന് പുല്ലൊക്കെ മേയുന്നു. അവർക്ക് നമ്മളെ പേടിയൊന്നുമില്ല കേട്ടോ. എനിക്ക് പേടിയുണ്ടായി. കുറച്ച് ഞാൻ അടുത്ത് പോയി നിന്നിട്ട് ഞാൻ തിരിച്ചു പോകുന്നു. വലിയ കൊമ്പൊക്കെ ഉണ്ട്, പക്ഷെ ഒന്നും ചെയ്യത്തൊന്നുമില്ല. ഒരുപാട് അടുത്ത് പോയി നിന്ന് അവരെ ശല്യം ചെയ്യാണ്ടിരുന്നാൽ മാത്രം മതി എന്ന് എനിക്ക് തോന്നുന്നത്. ഇനി നമുക്ക് മുന്നോട്ട് നടന്ന് ഈ ബീച്ചിൻ്റെ മറ്റൊരു വ്യൂ പോയിൻറ്റും കൂടെ കാണാം. നമുക്ക് ഈ വഴിയെ തന്നെ കുറച്ച് ദൂരം വരെ നമുക്ക് നടക്കാൻ പറ്റും. പക്ഷേ കുഞ്ഞുങ്ങളെയും കൊണ്ട് വരുന്നവർ ഈ വഴി നടക്കരുത് കേട്ടോ. ഇത് ഒട്ടും സേഫ് അല്ല. ആ സ്റ്റെപ്പ് വഴി തന്നെ താഴേക്ക് ബീച്ചിലേക്ക് പോകുന്നതാണ് നല്ലത്. അങ്ങനെ മുകളിൽ നിന്നുള്ള വ്യൂ ഒക്കെ ആസ്വദിച്ചതിന് ശേഷം നമുക്ക് ഇനി സ്റ്റെപ്പ് ഇറങ്ങി താഴെ ബീച്ചിലേക്ക് പോകാം. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ 170 സ്റ്റെപ്പുകളാണുള്ളത്. അതുകൊണ്ട് ശ്വാസം മുട്ടലും തലകറക്കവും ഒക്കെ ഉള്ളവർ വളരെ പതുക്കെ സമയമെടുത്ത് ഇറങ്ങാവുള്ളൂ. അതുപോലെ തന്നെ തിരിച്ച് കയറുമ്പോഴും പതുക്കെ സമയമെടുത്തിട്ട് വേണം തിരിച്ച് കയറി വരാനായിട്ട്. കാരണം അതുപോലെ നല്ല ഇറക്കമാണ് താഴോട്ട്. തിരിച്ച് കയറുമ്പോഴും കുത്തുകയറ്റമാണ്. പിന്നെ നമുക്ക് ഇൻ ബിറ്റ്വീൻ ക്ഷീണിച്ചാൽ ഇരിക്കാനൊക്കെ ആയിട്ട് ഇവർ ചെറിയ ചെറിയ കസാരകളൊക്കെ ഇട്ടിട്ടുണ്ട്. എന്നിരുന്നാലും നമ്മൾ കയറുമ്പോഴും ഇറങ്ങുമ്പോഴും പതുക്കെ സമയമെടുത്തിട്ടേ കയറാനും ഇറങ്ങാനും പാടുള്ളൂ. അങ്ങനെ ഞങ്ങൾ സ്റ്റെപ്പുകളൊക്കെ ഇറങ്ങി ബീച്ചിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതൊരു വലിയൊരു ബീച്ച് തന്നെയാണ്. നമ്മളുടെ ഒരു വീക്കെൻഡ് നമുക്ക് നല്ലതായിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ബീച്ചാണ്. പക്ഷേ നമ്മൾ സ്റ്റെപ്പൊക്കെ ഇറങ്ങി ബീച്ചിലേക്ക് എത്തുന്നതിന് മുന്നേ ടൈഡ് ടൈം കൂടെ നോക്കി വെക്കുന്നത് നല്ലതാണ്. ഹൈ ടൈഡ് ഉള്ളപ്പോൾ ഇറങ്ങാതിരിക്കുക. നമ്മളുടെ സേഫ്റ്റി നമ്മൾ നോക്കണമല്ലോ. അങ്ങനെ കുറേ നേരം ഞങ്ങളിവിടെ സ്പെൻഡ് ചെയ്തു, നല്ലതായിട്ട് എൻജോയ് ചെയ്തു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ചെറുതായിട്ട് മഴ പെയ്യാൻ തുടങ്ങി. അപ്പം ഞങ്ങൾ തിരിച്ചു പോകാൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെ തിരിച്ച് നടക്കുമ്പോഴാണ് ഞാൻ ഇവിടെ ഒരു കല്ല് കിടക്കുന്നത് കണ്ടു. അതിലൊരു മെസ്സേജും ഉണ്ട്. പ്ലീസ് ടേക്ക് 3 pieces ഓഫ് പ്ലാസ്റ്റിക് ഹോം. നല്ലൊരു മെസ്സേജാണ്. ഇവിടെ പ്ലാസ്റ്റിക് ഒന്നും ഞാൻ കണ്ടില്ല. ഇവിടെയൊക്കെ നല്ല വൃത്തിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ ബൈ.